ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലിൻ്റെ കമ്പോണൻസുകൾ മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ MCBയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? MCBയെ കുറിച്ച് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി MCB ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നതാണ് MCBയുടെ ഫുൾ ഫോം. MCBയുടെ ബേസിക് ആയിട്ടൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ MCB എന്താണ് MCB എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് സുരക്ഷിതമായി എടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി അല്ലെങ്കിൽ അധികമായി ഉണ്ടാകുന്ന കറണ്ട് കൊണ്ടുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസുകളെ സംരക്ഷിക്കാനായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് MCB. ഇനി ഒരു MCB ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്ന് പറയാൻ കാരണം, ഇലക്ട്രിക്കൽ ഫാൾട്ടിനെ ഡിറ്റക്ട് ചെയ്ത് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിനെ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ് ആണ് MCBക്കുള്ളിൽ നടക്കുന്നത്. MCBയുടെ റേറ്റിംഗ് പറയുന്നത് MCBക്ക് സുരക്ഷിതമായി എടുക്കാൻ കഴിയുന്ന കറണ്ടിന്റെ അളവിനനുസരിച്ചാണ്. ഉദാഹരണത്തിന് 2 ആംപിയർ MCB, 4 ആംപിയർ MCB, 10 ആംപിയർ MCB. ഇലക്ട്രിക്കൽ ഫാൾട്ട് ഡിറ്റക്ട് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആകുന്ന അല്ലെങ്കിൽ ഓഫ് ആകുന്ന സംവിധാനത്തെയാണ് നമ്മൾ ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു 10 ആംപിയർ MCB ഒക്കെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് എക്സാക്ട്ലി 10 ആംപിയറിലല്ല അത് ട്രിപ്പ് ആകുന്നത്. ഒരു 10 ആംപിയർ MCB എത്ര ആംപിയറിൽ അല്ലെങ്കിൽ ഒരു MCB എത്ര ആംപിയറിൽ ട്രിപ്പ് ആകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് MCBയുടെ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യം, ഈ ഇലക്ട്രിക്കൽ ഫ്യൂസിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഉപകരണമാണ് MCB. MCBയുടെ ഫ്യൂസുകളുമായിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഇവയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. ഇനി MCBയുടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 5 ഫംഗ്ഷൻ ആണ് MCBക്കുള്ളത്. 1. ഓവർലോഡിൽ നിന്നും സംരക്ഷിക്കുക. 2. ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും സംരക്ഷിക്കുക. 3. മാനുവൽ സ്വിച്ചിങ്, അതായത് മാനുവലായി നമുക്ക് MCB ഓൺ ആക്കാനും ഓഫ് ആക്കാനും കഴിയണം. ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ അഥവാ ഓട്ടോമാറ്റിക് ട്രിപ്പിംഗ്, അതായത് MCB ഇലക്ട്രിക്കൽ ഫാൾട്ട് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പായി നമ്മുടെ ബാക്കി വരുന്ന ഉപകരണങ്ങളെ അല്ലെങ്കിൽ ബാക്കി വരുന്ന സർക്യൂട്ടിനെ അത് സംരക്ഷിക്കണം. അതാണ് 4ാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. 5. ഐസൊലേഷൻ, അതായത് ഒരു കൺട്രോൾ പാനലിന്റെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമുക്ക് ഇലക്ട്രിക്കലി വേർതിരിച്ചെടുക്കണമെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ ഐസൊലേഷൻ എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് MCBയുടെ 5ാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ പാനലിന്റെ ഒരു ഭാഗം നമുക്ക് ഇലക്ട്രിക്കൽ പാനലിന്റെ മറ്റു ഭാഗങ്ങളെ അഫക്ട് ചെയ്യാതെ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനെല്ലാം കഴിയും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാകും സിംഗിൾ പോൾ MCB, 2 പോൾ MCB എന്നൊക്കെ. എന്താണ് MCBയുടെ ഈ പോള് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു MCBയിൽ ട്രിപ്പ് ആകുന്ന സ്വിച്ചുകളുടെ എണ്ണം, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ കഴിയുന്ന സർക്യൂട്ടുകളുടെ, ആ MCB കൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ കഴിയുന്ന സർക്യൂട്ടുകളുടെ എണ്ണത്തെയാണ് ഒരു MCBയുടെ പോള് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് MCB 4 വിധമാണുള്ളത്. സിംഗിൾ പോൾ,
2 പോൾ 3 പോൾ 4 പോൾ MCB എന്നിവയാണവ. ഒരു സിംഗിൾ ഫേസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആകുന്ന ഒരു സ്വിച്ച് ഉള്ള MCB, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ കഴിയുന്ന MCB, അതാണ് സിംഗിൾ പോൾ MCB എന്ന് പറയുന്നത്. അപ്പോ സിംഗിൾ പോൾ MCB കൊണ്ട് നമുക്ക് ഒരു ഫേസിനെ അല്ലെങ്കിൽ അതിൽ ഒരു ലൈനിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ഒക്കെ കഴിയും. ഇനി സിംഗിൾ പോൾ MCBയുടെ ഉപയോഗം വരുന്നത് ഏതൊക്കെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലില് കൺട്രോൾ സർക്യൂട്ടിനെ, കൺട്രോൾ വയറിംഗ് അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ സിംഗിൾ പോൾ MCB യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വീടുകളുടെ DBയിൽ ഓരോ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഓരോ റൂമിലേക്ക് ഡിഫറെന്റ് സർക്യൂട്ടുകൾ കൊടുക്കാനായി നമ്മൾ സിംഗിൾ പോൾ MCB യൂസ് ചെയ്യാറുണ്ട്. ഇനി 2 പോൾ MCB എന്ന് പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 2 ട്രിപ്പ് ആകുന്ന സ്വിച്ച് ഉള്ള MCB, അല്ലെങ്കിൽ 2 സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ കഴിയുന്ന MCB, അതാണ് 2 പോൾ MCB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 2 പോൾ MCBയുടെ ഉപയോഗം വരുന്നത് അത് നമ്മൾ ചെറിയ സിംഗിൾ ഫേസ് കൺട്രോൾ പാനലിന്റെ ഇൻകമിങ് MCB ആയിട്ട് നമ്മൾ സിംഗിൾ പോൾ MCB യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഫേസിനെയും ഒരു ന്യൂട്രലിനെയും കൺട്രോൾ ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ആണ് നമ്മൾ സിംഗിൾ പോൾ MCB ഡബിൾ പോൾ MCB യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 415 വോൾട്ടിൽ നിന്ന് 230 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറിൽ MCB യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ 2 പോൾ MCB യൂസ് ചെയ്യാൻ 2 ഫേസുകളെ കൺട്രോൾ ചെയ്യാൻ, അതിന്റെ ഇൻപുട്ടിലാണെങ്കിൽ 2 ഫേസുകളെ കൺട്രോൾ ചെയ്യാൻ ഈ 2 പോൾ MCB യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ ഔട്ട്പുട്ടിലാണെങ്കിൽ ഒരു ഫേസിനെയും ഒരു ന്യൂട്രലിനെയും കൺട്രോൾ ചെയ്യുന്നതിനായി 2 പോൾ MCB നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി 3 പോൾ MCBയും 4 പോൾ MCBയും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. 3 പോൾ MCB മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺട്രോളിനോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ വേണ്ടിയിട്ടാണ് നമ്മൾ 3 പോൾ MCB പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 4 പോൾ MCB ആണെങ്കിൽ ചെറിയ 3 ഫേസ് സപ്ലൈ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലില് നമ്മൾ 4 പോൾ MCB ഇൻകമിങ് MCB ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് അതിൽ 3 ഫേസും ഒരു ന്യൂട്രലും ആണ് വരിക. ഈ 4 പോൾ MCBയുടെ 3 പോളില് നമ്മൾ 3 ഫേസും ഒരു പോളില് നമ്മൾ ഒരു ന്യൂട്രലും ആണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെറിയ 3 ഫേസ് കൺട്രോൾ പാനലിന്റെ ഇൻകമിങ് MCB ആയിട്ട് 4 പോൾ MCB യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു MCBയുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇത് ലെഗ്രാൻഡ് ബ്രാൻഡിന്റെ ഒരു 40 ആംപിയർ C ക്ലാസ് 3 പോൾ MCB ആണ്. ഇതിപ്പോ ഓൺ കണ്ടീഷനിലാണ് ഉള്ളത്. അതിന്റെ ഓൺ ഇൻഡിക്കേഷൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ആക്കി നോക്കാം. അപ്പോൾ അതിന്റെ ഓഫ് ഇൻഡിക്കേഷനും അതിൽ കാണിക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇനി ഇത് ഒരു L&T ബ്രാൻഡിന്റെ C ക്ലാസ് 16 ആംപിയർ MCB ആണ്. ഇതിൽ ആ MCBയുടെ ആ ട്രിപ്പിംഗ് ഇൻഡിക്കേഷനും ആ സ്വിച്ചിങ് ഇൻഡിക്കേഷനും എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഓഫ് കണ്ടീഷനിലാണ്, ഓഫ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അതിൽ.
വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഒരു 16 ആംപിയർ 3 പോൾ സി ക്ലാസ് MCB ആണ്. അതുപോലെ ഇതൊരു 40 ആംപിയർ 3 പോൾ സി ക്ലാസ് MCB ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഈ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഇനി നോക്കാം. MCBയുടെ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിനെയാണ് ഈ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രിപ്പിംഗ് കർവിൽ ഈ MCB എവിടെ വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചകമാണ് ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്പിനനുസരിച്ച് MCBകളെ 6ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത് ടൈപ്പ് ബി, സി, ഡി, എ, കെ, ഇസഡ് എന്നിവയാണവ. MCBയുടെ ട്രിപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും MCBയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടൈപ്പ് ബി MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റഡ് കറണ്ടിന്റെ 3 to 5 ടൈംസ് കറണ്ട് എടുക്കുമ്പോൾ ട്രിപ്പ് ആകുന്ന MCBകളാണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് വരുന്നത് 0.04 സെക്കൻഡ് ടു 13 സെക്കൻഡ് ആണ്. അതായത് നമ്മളൊരു ടൈപ്പ് ബി 10 ആംപിയർ MCB എടുക്കുകയാണെങ്കിൽ അത് 30 ആംപിയർ മുതൽ 50 ആംപിയർ വരെ കറണ്ട് എടുക്കുമ്പോൾ അത് 0.04 സെക്കൻഡ് മുതൽ 13 സെക്കൻഡിന്റെ ഉള്ളിൽ അത് ട്രിപ്പ് ആവും. ഹൗസ് വയറിങ്ങിലെ ലൈറ്റ്, ഫാന് തുടങ്ങിയ ഉപകരണങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് സാധാരണയായി ടൈപ്പ് ബി MCB നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് സി MCBയുടെ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് റേറ്റഡ് കറണ്ടിന്റെ 5 to 10 ടൈംസ് ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം വരുന്നത് 0.04 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയാണ്. ഇൻഡക്റ്റീവ് ലോഡുകളായിട്ടുള്ള മോട്ടോറുകൾ, അതുപോലെ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് ടൈപ്പ് സി MCB നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഡി MCBയുടെ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് റേറ്റഡ് കറണ്ടിന്റെ 10 to 20 ടൈംസ് ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം 0.04 സെക്കൻഡ് മുതൽ 13 സെക്കൻഡ് വരെയാണ്. ഇടവിട്ട് ഹൈ കറണ്ട് എടുക്കുന്ന ഉപകരണങ്ങളായിട്ടുള്ള വെൽഡിംഗ് മെഷീൻ പോലെയുള്ള ഉപകരണങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ടൈപ്പ് ഡി MCB യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് എയും ടൈപ്പ് കെയും ടൈപ്പ് സെഡും ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള MCBകളാണ്. അതായത് അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം വളരെ കുറവാണ്, പെട്ടെന്ന് അത് ട്രിപ്പ് ആവും. അതിൽ തന്നെ ടൈപ്പ് എ MCBയുടെ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് റേറ്റഡ് കറണ്ടിന്റെ 2 to 3 ടൈംസ് ആണ്. അതുപോലെ അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം വരുന്നത് <0.4 സെക്കൻഡ് ആണ്. ടൈപ്പ് കെ MCBകളുടെ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് 8 to 12 ടൈംസ് ഓഫ് റേറ്റഡ് കറണ്ട് ആണ്. അതുപോലെ അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം വരുന്നത് <0.1 സെക്കൻഡ് ആണ്. ട്രാൻസ്ഫോമറുകളുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയാണ് ഈ ടൈപ്പ് കെ MCB സാധാരണയായി യൂസ് ചെയ്യുന്നത്. ഇസഡ് MCBകളുടെ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് റേറ്റഡ് കറണ്ടിന്റെ 2 to 3 ടൈംസ് ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈം വരുന്നത് <0.1 സെക്കൻഡ് ആണ്. അപ്പോ ടൈപ്പ് എയുടെയും ടൈപ്പ് സെഡ് MCBകളുടെയും റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ ട്രിപ്പിംഗ് കറണ്ട് വരുന്നത് റേറ്റഡ് കറണ്ടിന്റെ 2 to 3 ടൈംസ് ആണ്. പക്ഷെ അതിൽ ഡിഫറൻസ് വരുന്നത് ടൈപ്പ് എ <0.4 സെക്കൻഡിൽ ട്രിപ്പ് ആകുമ്പോൾ ടൈപ്പ് സെഡ് <0.1 സെക്കൻഡിൽ തന്നെ ട്രിപ്പ് ആകും. അതാണ് ഹൈലി സെൻസിറ്റീവ് ആണ് ടൈപ്പ് സെഡ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടൈപ്പ് സെഡ് ഈ MCBകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക്കലി ഒരു MCB എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന ഒരു വീഡിയോയിലൂടെ ഒരു പ്രാക്ടിക്കൽ വീഡിയോയിലൂടെ നമുക്ക് MCB എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ MCB ചെക്ക് ചെയ്യുന്നതിനായി ആദ്യം മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇടണം. MCB കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട്
കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനി അറിയാത്ത ആരെങ്കിലും വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഈ മീൻസ് 10th സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ അതിന് താഴെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഈ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളുടെ ചാനൽ. അപ്പം അവർക്ക് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടതിന് ശേഷം അതിന്റെ പ്രോബ് രണ്ടും തമ്മിൽ കോണ്ടാക്ട് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രോബ് രണ്ടും തമ്മിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീപ്പ് സൗണ്ട് കിട്ടും. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേയിൽ, മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ 0 ഓം അഥവാ അത് ഷോർട്ട് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ മുട്ടിച്ച് നോക്കുകയാണ്. മുട്ടിച്ച് നോക്കുമ്പോൾ ബീപ്പ് സൗണ്ട് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 0 ഓം അഥവാ ഷോർട്ട് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീറ്റർ ഓക്കെ ആണ്. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ടച്ച് ആക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് MCB എങ്ങനെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ടെസ്റ്റ് വഴി MCB ഓക്കെ ആണോ, വർക്കിംഗ് ഫംഗ്ഷനിലാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCB ഓഫ് കണ്ടീഷനിൽ MCBയുടെ ഓരോ പോളിന്റെയും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഓഫ് കണ്ടീഷനിൽ ഇൻപുട്ട് സപ്ലൈ ഔട്ട്പുട്ടിലേക്ക് പോകാൻ പാടില്ല. അതാണല്ലോ നമ്മൾ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താണോ ഫംഗ്ഷൻ നടക്കുന്നത് അതാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതേപോലെ MCB ഓൺ കണ്ടീഷനിൽ ഇൻപുട്ടിൽ വരുന്ന സപ്ലൈ ഔട്ട്പുട്ടിലേക്ക് പോകണം, MCBയുടെ ഔട്ട്പുട്ടിലേക്ക് പോകണം. അഥവാ ആ പോളിന്റെ ഇൻപുട്ടിൽ വരുന്ന സപ്ലൈ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പോ ഇനി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോളിൽ നമ്മൾ ചെക്ക് ചെയ്തു, കണ്ടിന്യൂറ്റി കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ പോളിലും മൂന്നാമത്തെ പോളിലും ചെക്ക് ചെയ്തു, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇനി നമ്മൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി ബീപ്പ് സൗണ്ട് കിട്ടുന്നുണ്ട്, കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 0 ഓം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും അതുപോലെ ഓൺ ആക്കുമ്പോൾ കിട്ടുന്നുണ്ട്, കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഓഫ് ആക്കുമ്പോൾ കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. മൂന്നാമത്തെ പോളും ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്, ഓൺ ആക്കുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്, ഓഫ് ആക്കുമ്പോൾ കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. ഇനി ഡിഫറെന്റ് പോളുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവരുത്, അഥവാ അത് ഓപ്പൺ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 ഫേസ് അല്ലെങ്കിൽ 3 ഫേസ്, ഇതൊരു മോട്ടറിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്ന് കരുതുക. മോട്ടറിലേക്കാണ് ഈ MCB വഴി കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫേസ് നമ്മൾ ഇതിന്റെ ഇൻപുട്ടിൽ കൊടുത്ത് 3 ഫേസ് മോട്ടറിലേക്ക് പോവുകയാണെന്ന് കരുതുക. മോട്ടറിലേക്ക് അതിന്റെ മുന്നേ ഓവർലോഡ് റിലേ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ MCBയുടെ ഫംഗ്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറയാണ്, അത് മോട്ടറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫേസ് തമ്മിൽ, ഈ MCBയുടെ 2 പോളുകൾ തമ്മിൽ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ വരുന്ന 2 ഫേസും ഷോർട്ട് ആവും. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള MCB അതിന്റെ പോളുകൾ തമ്മിൽ ഓപ്പൺ ആയിരിക്കണം, അഥവാ പോളുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ പോളുകളും തമ്മിലും നോക്കി, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നോക്കി. ഔട്ട്പുട്ടിൽ നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇപ്പോ നമുക്ക് മനസ്സിലായി ഈ MCB ഫംഗ്ഷനിലാണ്, ഇത് ഓക്കെ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് ഒരു MCB ചെക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് MCBയെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിലൂടെ MCBയെ കുറിച്ച് കുറച്ചെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനിയും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.